സന്നിധി തന്നിൽ നായക എന്നും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തയേശുവിലുള്ള നല്ല ഒരു പ്രഭാതത്തെ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനുള്ളതായ ഭാഗം കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മോടിങ്ങനെ പറയുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊള്ളുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ഇവിടെ ആവശ്യം. ഇവിടെ ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മെ ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ നമ്മളോട് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ താല്പര്യമുള്ള ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രവിക്കുവാൻ താല്പര്യമുണ്ട്, അവസരമുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ 2-ാമത്തെ ഭാഗം നമ്മോട് പറയുന്നത്, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടടുക്കുന്നതായ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെയുണ്ടായിരുന്നതായ ഒരു മനുഷ്യൻ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നതായ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നതായ ഒരു വ്യക്തിയുടെ കാത് അറുക്കുന്നതായ ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ മനുഷ്യനോട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, വാൾ ഉറയിലിടുക, വാളെടുത്തവനെല്ലാം വാളാൽ മരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ കേൾക്കുന്നതായ ഓരോ സത്യങ്ങളും കേൾക്കുന്നതായ ഓരോ കാര്യാദികളും അത് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ അവസാന ഭാഗം നമ്മോടിങ്ങനെ പറയുകയാണ്, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ഇവിടെ ആവശ്യം. വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മോട് പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇവിടെ നമ്മോട് ഇങ്ങനെയാണ് പറയുന്നത്, വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ഇവിടെ ആവശ്യം. ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോടടുത്തിരിക്കുന്നതായ ഈ ഒരു കാലഘട്ടത്തിൽ കൊടിയ പീഡനങ്ങളും കൊടിയ ദാരിദ്ര്യവും ഉണ്ടാകുമെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വെളിപ്പാട് പ്രവചനം യോഹന്നാൻ എഴുതുന്നതായ കാലഘട്ടത്തിൽ തൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, താൻ പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ടാണ് ദൈവത്തിൻ്റെ ഈ ഒരു വചനത്തെ നമ്മോട് വിളിച്ച് പറയുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ എല്ലാം അടിമയാക്കി കൊണ്ടുപോകും. എന്നാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം പീഡനങ്ങളും വളരെയധികം സംഘർഷങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇവിടെ ദൈവത്തെങ്കിലുള്ള വിശ്വാസം നമ്മൾ മരിക്കുന്നതായ സമയം വരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരെയും കാത്തു പരിപാലിച്ച് ആ വിശ്വാസത്തിൽ വിജയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുമായുള്ള വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൻ്റെ നല്ലൊരു പൂർത്തീകരണം സ്ഥാപിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.